സർക്കാർ സർവീസിലിരിക്കെ മരണമടയുന്നവരുടെ ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. നിയമനത്തിനായി മാറ്റിവെക്കേണ്ട തസ്തികകൾ കണ്ടെത്തി പൊതുഭരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. ആശ്രിത നിയമന അപേക്ഷകളിൽ കാലതാമസമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പുതുക്കിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത്. സർക്കാർ സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരം ജോലി ലഭിക്കുന്നതിന് അർഹതയുണ്ട്. ജീവനക്കാരൻ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ നിയമനം നൽകും. ഓരോ തസ്തികയിലും നേരിട്ടുള്ള നിയമനത്തിനായി നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി തന്നെയായിരിക്കും ആശ്രിത നിയമനത്തിനും. അപേക്ഷകൻ 18 വയസ്സോ അതിനു മുകളിലോ ഉള്ളയാളാണെങ്കിൽ ജീവനക്കാരൻ മരണമടഞ്ഞ തീയതി മുതൽ 3 വർഷത്തിനകവും, അപേക്ഷകൻ 18 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ പ്രായപൂർത്തിയായി 3 വർഷത്തിനകവും അപേക്ഷ സമർപ്പിക്കണം. ഭാര്യയോ ഭർത്താവോ എന്നിവരുടെ നിയമന കാര്യത്തിലും മരണമടയുന്ന അവിവാഹിതനായ സർക്കാർ ജീവനക്കാരന്റെ പിതാവ്, മാതാവ് എന്നിവരുടെ കാര്യത്തിലും പാർട്ട് ടൈം കണ്ടീജന്റ് തസ്തികകളിലേക്കുള്ള നിയമനത്തിലും മുനിസിപ്പൽ കണ്ടീജന്റ് സർവീസിലെ ഫുൾ ടൈം കണ്ടീജന്റ് തസ്തികയിലെ നിയമനത്തിലും ഉയർന്ന പ്രായപരിധി ബാധകമല്ല. അപേക്ഷകർക്ക് വിരമിക്കൽ പ്രായം വരെ നിയമനം നൽകുന്നതാണ്. ആശ്രിത നിയമന അപേക്ഷകളിൽ കാലതാമസമുണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് സർക്കാർ പുതുക്കിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത്. കൈരളി ന്യൂസ്,